ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടന്റെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് മലയാളത്തിന്റെ ചരിത്ര വിജയമായി മാറിയ എമ്പുരാൻ എന്ന സിനിമ, ആ സിനിമയുടെ തിയേറ്റർ റണ്ണെല്ലാം തന്നെ പൂർത്തിയാക്കി ഇപ്പോഴത്തെ OTT-യിൽ തരംഗമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോഴത്തെ എമ്പുരാൻ ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്ത് തുടങ്ങിയതിന് തൊട്ട് പിന്നാലെ എമ്പുരാൻ എന്ന സിനിമയുടെ വിജയപരാജയത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് നമ്മുടെ മലയാളത്തിന്റെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളായിട്ട് എമ്പുരാൻ പരാജയമാണ്, എമ്പുരാൻ പൊട്ടിയെ നോക്കി പറഞ്ഞ് സമർത്ഥിക്കുന്നവർക്കുള്ള മറുപടിയും ഇപ്പോഴത്തെ ലഭ്യമായിരിക്കുകയാണ്. അസോസിയേഷൻ കണക്ക് പ്രകാരം മാർച്ച് മാസം 15 സിനിമകളാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. അതിൽ വിജയിച്ചത്, രക്ഷപ്പെട്ടത് ഒരേ ഒരു സിനിമ, അത് എമ്പുരാൻ എന്ന സിനിമ മാത്രമാണ് എന്നാണ് ഇപ്പോഴത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കണക്ക്. എമ്പുരാന്റെ 5 ദിവസത്തെ കേരള ഷെയർ ആണ് അവരുടെ ഡാറ്റയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് പ്രകാരം 5 ദിവസങ്ങൾ കൊണ്ട് മാത്രം 24 കോടിയിലധികം കേരള ഷെയർ എമ്പുരാൻ നേടിയെടുത്തിരിക്കുന്നുവെന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കണക്ക് പ്രകാരം വ്യക്തമാകുന്നത്. ബാക്കിയുള്ള കണക്കുകളെല്ലാം തന്നെ അടുത്ത മാസത്തെ റിപ്പോർട്ടിലെ ഒരുപക്ഷെ രേഖപ്പെടുത്തുകയുള്ളൂ. എന്തായാലും എമ്പുരാൻ എന്ന സിനിമ വലിയ വിജയമായി എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ലായിരുന്നു. ഒപ്പം തന്നെ ഒരുപാട് സിനിമാ പ്രേമികൾക്ക്, ബുദ്ധിയുള്ള സിനിമാ പ്രേമികൾക്ക് സംശയമില്ലായിരുന്നു. പക്ഷേ ഈ ബുദ്ധിയും ബോധവും ഇല്ലാത്ത കുറച്ചു പേർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഇപ്പോഴത്തെ അവർക്കുള്ള മറുപടിയും വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനിടയിൽ എമ്പുരാന്റെ മറ്റൊരു ആവേശം നൽകുന്ന റിപ്പോർട്ട് എന്തെന്നാൽ, ആദ്യ ദിവസത്തെ കളക്ഷൻ ഇന്നലെ വരെ നാം കേട്ടുകൊണ്ടിരുന്നത്, ആദ്യ ദിവസം എമ്പുരാന്റെ വേൾഡ് വൈഡ് ഗ്രോസ് 67 കോടി എന്ന് പറഞ്ഞാണല്ലോ. ഇപ്പോഴത്തെ എമ്പുരാൻ തിയേറ്ററുകളിലേക്ക് എത്തിയതിനു ശേഷമുള്ള സിനിമയുടെ ആകെ കണക്ക്, യഥാർത്ഥ കണക്കെല്ലാം തന്നെ പുറത്തു വരുമ്പോൾ നമ്മുടെ ട്രാക്കേഴ്സിന് പോലും തെറ്റിപ്പറ്റിയിരിക്കുകയാണ്. സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷന്റെ കാര്യത്തിൽ 67 കോടി എന്നതിന് പകരം ഇപ്പോഴത്തെ 68 കോടി 20 ലക്ഷം രൂപയാണ് സിനിമ ആദ്യ ദിവസം വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്തത് എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. നോർത്ത് അമേരിക്കയിലെ കളക്ഷൻ ആണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ് ആക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ എമ്പുരാന്റെ കളക്ഷൻ റിവൈസ് ആക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ റിവൈസ്ഡ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം എമ്പുരാന്റെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് 68 കോടി 20 ലക്ഷം രൂപയാണ്. മലയാളത്തിൽ ഇത് ആദ്യമായിട്ടല്ല റിവൈസ്ഡ് കളക്ഷൻ വരുന്നത്. നേരത്തെയും ചില സിനിമകൾക്ക് റിവൈസ്ഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കൂടുകയും കുറയുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ ഭീഷ്മ എടുക്കാം. അന്ന് 2022 സമയത്തെല്ലാം തന്നെ 88-90 കോടി റേഞ്ചിലെല്ലാം തന്നെയായിരുന്നു സിനിമയുടെ ഫൈനൽ കളക്ഷൻ ആയിട്ട് ആദ്യം പുറത്തു വന്ന റിപ്പോർട്ട്. എന്നാൽ നിർമ്മാതാവിന് കിട്ടിയ തുകയെല്ലാം തന്നെ പുറത്തു വന്നപ്പോഴായിരുന്നു യഥാർത്ഥത്തിൽ തള്ളു പൊളിഞ്ഞത്. 85 കോടിയിലേക്ക് സിനിമ ഏറ്റവും അവസാനം ഒതുങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇനി വരേണ്ടത് എമ്പുരാന്റെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ആണ്. അതും അടുത്ത ദിവസങ്ങളിൽ അപ്ഡേറ്റ് ആക്കപ്പെടും. അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.